നമസ്കാരം, ഞാൻ ഡോക്ടർ നീതു. എൻ്റെ കൂടെ ഇന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നെത്തിയ റിട്ടയർഡ് അധ്യാപിക ശ്രീമതി ശോഭനകുമാരി ടീച്ചറാണ്. എൻ്റെ ഗുരുനാഥയും കൂടെയാണ്. പാർക്കിൻസൺ രോഗവുമായി ബന്ധപ്പെട്ട 21 ദിവസത്തെ ചികിത്സയ്ക്കായിട്ട് ഇവിടെ വന്നതാണ്. ഇന്ന് 21 ദിവസം പൂർത്തിയായി. ഈ സമയത്തുള്ള ടീച്ചറിൻ്റെ ചികിത്സാ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ടീച്ചറിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നും വന്നതാണ്. പേര് ശോഭനകുമാരി. എനിക്കൊരു 6 മാസത്തിന് മുൻപ് എൻ്റെ കൈകളെല്ലാം കൂച്ചി പിടിക്കുകയും ശരീരം മൊത്തം മസിൽസുകൾക്കെല്ലാം പേശികളെല്ലാം മുറുകുകയും എനിക്ക് മാസങ്ങളായിട്ട് ഉറക്കമില്ലായിരുന്നു. പിന്നെ കാലിന് കൊണ്ട് നടക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വന്നപ്പോൾ ഞാൻ ഡോക്ടർ നീതുവിനെ ഫോണിൽ വിളിച്ചു. ഇവിടെ നിന്ന് എനിക്ക് വിജിത്ത് ഡോക്ടറിൻ്റെ ഓൺലൈനിൽ കൂടെ എൻ്റെ കൈ വിറയ്ക്കുന്നതും ഒക്കെ കണ്ട് ഡോക്ടർ എനിക്ക് മരുന്നുകൾ അയച്ചു തന്നു. 3 മാസത്തെ ചികിത്സയോടെ എൻ്റെ ഉറക്കത്തിനും എൻ്റെ പേശികൾ പിടിച്ച് വലിക്കുന്നതും നടക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപാട് കുറവായി. പിന്നീട് എൻ്റെ കൈവിറയിലുണ്ട്, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ 21 ദിവസമായിട്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റാണ്. ആ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ഇവിടുത്തെ തെറാപ്പിസ്റ്റുകളും ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകളും ഡോക്ടർമാരുടെയും സേവനം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. എൻ്റെ ഒരു വീട് പോലെ തന്നെ എനിക്ക് തോന്നി. ഒരു ഹോസ്പിറ്റൽ എന്ന പ്രതീതി എനിക്കുണ്ടായില്ല. പിന്നെ സമയാസമയങ്ങളിൽ ഡോക്ടർമാർ വന്ന് നമ്മളെ കാണുകയും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും പിന്നെ ഭക്ഷണങ്ങളായാലും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അതൊക്കെ തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയായിരുന്നു. എല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെല്ലാം മാറി. കൈയുടെ വിറയിൽ മാത്രം ചെറുതായിട്ടുണ്ട്. അതിന് ഡോക്ടർമാർ എന്നോട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും എക്സർസൈസ് ആയാലും മരുന്നുകളായാലും കൃത്യസമയത്ത് ചെയ്യാൻ. അപ്പോൾ അതൊരു കുറേ കൂടെ ഭേദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ വന്നതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. എൻ്റെ മനസ്സിനും ശാന്തി കിട്ടി. അതുകൊണ്ട് ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. ഇന്ന് ഇങ്ങോട്ട് വന്ന ആളല്ല. വളരെ സന്തോഷവതിയായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. കുറേ ദിവസം കൂടെ നിൽക്കാൻ ഉള്ള ഒരാഗ്രഹം പോലെ എൻ്റെ മനസ്സിനെ തോന്നുന്നുണ്ട്. എല്ലാം കൊണ്ടും ഇവിടെ വന്ന് ചികിത്സിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഭേദം കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കഴിഞ്ഞ ദിവസം ഡോക്ടർ വിജിത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഓൺലൈനിൽ കൂടി. അതിൽ അദ്ദേഹം പറയുന്നത് പ്രാരംഭഘട്ടത്തെ പാർക്കിൻസൺസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാവരും എല്ലാം ചെറുതായി കാണുമ്പോൾ തന്നെ എല്ലാം തള്ളിക്കളയുകയാണ്. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പേ മണം ശരിക്ക് തിരിച്ചറിയില്ലായിരുന്നു. പക്ഷെ ഞാനത് നിസ്സാരമാക്കി കളഞ്ഞു. അതോടെ ഇപ്പോഴാണ് ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അറിയുന്നത് പാർക്കിൻസൺസിൻ്റെ ഒരു ആരംഭമാണ് ഈ മണം തിരിച്ചറിയാത്തതും ബാലൻസ് പോകുന്നതും ഒക്കെ. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുകയും നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുകയും ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡോക്ടർ വിജിത്തും ഡോക്ടർ നീതുവും ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അവർക്ക് ഇതിൻ്റെ ഒരു പ്രത്യേക മരുന്നുകൾ കണ്ടുപിടിക്കാനും അത് ഇവിടുത്തെ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കാനും അത് നമുക്ക് തന്ന് നമ്മളെ സുഖപ്പെടുത്താനും കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അവർക്ക് 2 പേർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എൻ്റെ പോലെ രോഗത്തിൽ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഇതൊരു പരസ്യമല്ല, ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ, എൻ്റെ അനുഭവ കാര്യങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ചികിത്സിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനിടയ്ക്ക് പറയാനുള്ളത്, ഞാൻ രോഗം തുടങ്ങിയപ്പോൾ തന്നെ ഒരു അലോപ്പതി ഡോക്ടറെ കണ്ടിരുന്നു, ന്യൂറോയിഡ്. അവിടെ അദ്ദേഹം എനിക്കൊരു ഗുളിക തന്നു. 7 ദിവസം ഞാൻ എഴുന്നേറ്റില്ല. ആ സമയത്ത് ഞാനിവിടെ മോളെ വിളിച്ചപ്പം ഡോക്ടർ നീതു പറഞ്ഞു അതിനെയും കഴിക്കണ്ട, ഇവിടെ നിന്നുള്ള ആയുർവേദം കഴിച്ചാൽ മതിയെന്ന്. ഇത്രയും നാളുകൊണ്ട് ഞാൻ ആയുർവേദത്തിൽ കൂടെയാണ് പോകുന്നത്. എൻ്റെ ഈ രോഗം പരിപൂർണമായി മാറില്ലെങ്കിലും ഒരു 80% മാറിക്കിട്ടും ഈ വിറയിലെന്ന് എനിക്ക് മനസ്സിലുണ്ട്. ബാക്കി എൻ്റെ എല്ലാ അസ്വസ്ഥതകളും
മാറിക്കിട്ടി. അതിന് ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. നന്ദി, നമസ്കാരം.